ബഹ്റൈനിലെ അറാദിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ ഗ്യാസ് സിലിണ്ടർ അപകടത്തിൽ റെസ്റ്റോറന്റ് ഉടമ കുറ്റക്കാരനല്ലെന്ന് കോടതി. സംഭവത്തിൽ പ്രതിയുടെ പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയാണ് കോടതി റെസ്റ്റോറന്റ് ഉടമയെ വെറുതെ വിട്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അറാദിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 നില കെട്ടിടം തകർന്നു വീണത്. അപകടത്തിൽ 2 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിലെ റെസ്റ്റോറന്റിൽ നിന്നുള്ള ഗ്യാസ് ചോർച്ചയാണ് പൊട്ടിത്തെറിക്ക് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് റെസ്റ്റോറന്റ് ഉടമയെ അന്വേഷണ സംഘം പ്രതി ചേർത്തത്. എന്നാൽ അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് തെളിയിക്കാൻ മതിയായ തെളിവുകളില്ലെന്ന് കണ്ടെത്തിയ കോടതി റെസ്റ്റോറന്റ് ഉടമയെ വെറുതെ വിടുകയായിരുന്നു. ലോവർ ക്രിമിനൽ കോടതിയിൽ നടന്ന കേസ് വിസ്താരത്തിൽ റെസ്റ്റോറന്റ് ഉടമ സിവിൽ ഡിഫൻസ് പുറപ്പെടുവിച്ച എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ഇതിനു പുറമെ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് ആവശ്യമായ പ്രവർത്തനാനുമതികൾ നേടിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളും പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു. അപകടത്തിന് ആധാരമായി പ്രോസിക്യൂഷൻ പറയുന്ന ഗ്യാസ് സെൻസറുകൾ സിവിൽ ഡിഫൻസിന്റെ അംഗീകൃത പട്ടികയിലില്ലെങ്കിലും അവ പ്രവർത്തനരഹിതമായെന്നതിനോ അപകടത്തിന് കാരണമായെന്നതിനോ തെളിവില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. ഗ്യാസ് എങ്ങനെയാണ് ചോർന്നതെന്നോ അതിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ഇത് ശരിവച്ച കോടതി ഗ്യാസ് സെൻസറുകളുടെ അപാകത കൊണ്ടാണ് അപകടം നടന്നതെന്ന വാദം കൊണ്ട് മാത്രം കേസിൽ റെസ്റ്റോറന്റ് ഉടമയെ ശിക്ഷിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അംഗീകൃത സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായാൽ പോലും അപകടം തടയാൻ കഴിയുമായിരുന്നു എന്ന ആശങ്കയും കോടതി പങ്കുവച്ചു. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.